എരിഞ്ഞമരുന്ന ചാരമല്ല, കത്തിജ്വലിക്കുന്ന കനലാണ് രക്തസാക്ഷി സഖാവ് വിഷ്ണു. ടി.പി. ചന്ദ്രശേഖരന് സംഭവിച്ചത് സഖാവ് കുഞ്ഞികൃഷ്ണന് സംഭവിക്കാതിരിക്കട്ടെ. ഇതാണ് സോഷ്യൽ മീഡിയയിലെ ഇപ്പോഴത്തെ പൊതുവികാരം. ഇതിനിടെയാണ് വിഷ്ണു രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പും ചർച്ചയാകുന്നത്. ധനരാജ് രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പാണ് കുഞ്ഞികൃഷ്ണനെ CPM-ൽ നിന്നും അകറ്റിയത്. ഈ സാഹചര്യത്തിൽ ആരാണ് വിഷ്ണു എന്ന് അന്വേഷിക്കുകയാണ് ഞങ്ങൾ. തിരുവനന്തപുരത്ത് വഞ്ചിയൂരിലെ 3 സഹോദരങ്ങൾ. പഴയ കലക്ട്രേറ്റിന് മുന്നിലെ സാധാരണ വീട്. ആ വീട്ടിൽ ആ 3 പേരും ചേർന്ന് വിപ്ലവ മുദ്രാവാക്യം വിളിച്ചു. SMV സ്കൂളിലാണ് 3 പേരും പഠിച്ചത്. മൂത്തവൻ VV വിനോദ്, അടുത്തത് VV വിമൽ, അവസാനം VV വിഷ്ണു. 3 പേരും SFIയുടെ മുൻനിര പോരാളികൾ. സ്കൂളിൽ വിനോദും വിമലും SFIയുടെ ചെയർമാൻമാരായി. വിഷ്ണുവിന് മത്സരത്തിൽ തോൽവിയുണ്ടായി. പക്ഷേ വിഷ്ണു തുടർന്ന് മുദ്രാവാക്യം വിളിച്ചു. പ്രദേശത്തെ യുവതലമുറയ്ക്ക് ആവേശമായി. അങ്ങനെ CPM-ന്റെ മുന്നണി പോരാളിയായി. പാസ്പോർട്ട് ഓഫീസിന് മുന്നിൽ ആ ജീവൻ നഷ്ടമായത് വിളിച്ച മുദ്രാവാക്യങ്ങൾ കാരണമാണ്. വിഷ്ണു അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തെ CPM-ന്റെ വികാരമാണ്. തിരുവനന്തപുരം CPM-ലും രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് ആക്ഷേപം ഉയരുകയാണ്. ഫണ്ട് തിരിമറിയിൽ തരംതാഴ്ത്തൽ നടപടി നേരിട്ട മുൻ ലോക്കൽ സെക്രട്ടറിയെ CITU ജില്ലാ സെക്രട്ടറിയാക്കിയതിൽ പ്രതിഷേധവുമായി വഞ്ചിയൂരിൽ കൊല്ലപ്പെട്ട വിഷ്ണുവിന്റെ സഹോദരൻ വിനോദ് രംഗത്ത് വന്നിരുന്നു. രക്തസാക്ഷിയുടെ കുടുംബത്തോട് പാർട്ടി നീതി കാണിച്ചില്ലെന്നും ഇനി CPM-നൊപ്പം ഇല്ലെന്നും വിഷ്ണുവിന്റെ സഹോദരനും CPM ജില്ലാ കമ്മിറ്റി ഓഫീസ് ബ്രാഞ്ച് അംഗവുമായ വിനോദ് പറഞ്ഞു. കുടുംബത്തെ സഹായിക്കാൻ പിരിച്ച 10 ലക്ഷത്തിൽ പകുതിയും തട്ടിപ്പ് നടത്തിയതിന് നടപടി നേരിട്ട നേതാവിന് പുതിയ പദവി നൽകിയത് മന്ത്രി V ശിവൻകുട്ടി ഇടപെട്ടെന്നാണ് ആക്ഷേപം. 2008 ഏപ്രിൽ 1-നാണ് വഞ്ചിയൂർ ബ്രാഞ്ച് അംഗമായിരുന്ന വിഷ്ണു കൊല്ലപ്പെട്ടത്. കേസിൽ പ്രതികളായ RSS പ്രവർത്തകരെ ഹൈക്കോടതി വെറുതെ വിട്ടിരുന്നു. പാർട്ടി ഫണ്ട് പിരിക്കണമെന്ന് പറഞ്ഞപ്പോൾ കുടുംബത്തിന് താല്പര്യമുണ്ടായിരുന്നില്ല. നേതാക്കന്മാരെല്ലാവരും നിർബന്ധിച്ചപ്പോഴാണ് സമ്മതിച്ചത്. പിരിച്ചു കിട്ടിയ പണം സഹകരണ ബാങ്കിലാണ് ഇട്ടിരുന്നത്. അന്നത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി T. രവീന്ദ്രൻ ആ കാശ് അവിടെ നിന്ന് എടുത്തെന്നറിഞ്ഞു. 5 ലക്ഷം അമ്മയുടെ അക്കൗണ്ടിൽ കൊടുക്കുകയും 5 ലക്ഷം പാർട്ടി ഹോൾഡ് ചെയ്യുകയും ചെയ്തു. ബാങ്കിൽ നിന്ന് പണം മാറ്റിയെന്ന് സ്ഥിരീകരിച്ചതോടെ രവീന്ദ്രനെ തരം താഴ്ത്തി. തൊട്ടടുത്ത സമ്മേളനത്തിൽ അയാളെ ലോക്കൽ കമ്മിറ്റിയിലേക്ക് കൊണ്ടുവരാൻ തിരുവനന്തപുരത്തെ മന്ത്രി ഇടപെട്ടു. മുഴുവൻ സഖാക്കളും എതിർത്തതിനാൽ എടുത്തില്ല. CITUവിന്റെ ജില്ലാ സമ്മേളനം നടക്കുമ്പോൾ തിരുവനന്തപുരത്തെ മന്ത്രി രവീന്ദ്രനെ CITU ജില്ലാ സെക്രട്ടറിയാക്കി. ഫണ്ട് തിരിമറി നടത്തിയ ആളിനെ CITUവിന്റെ ജില്ലാ നേതാവാക്കുന്നതിൽ പരം നാണക്കേട് വേറെയുണ്ടോ? അത് ഉൾക്കൊള്ളാനായില്ല. ഇപ്പോഴെങ്കിലും പ്രതികരിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ്? വിനോദ് പ്രതികരിച്ചത് ഇങ്ങനെയാണ്. എന്നാൽ ഫണ്ട് തട്ടിപ്പേ നടന്നില്ലെന്നാണ് CPM പറയുന്നത്.